കൊടും ചൂടിൽ പ്രതിസന്ധിയിലായി സംസ്ഥാനത്തെ ക്ഷീര കർഷകർ. പാൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതോടെ വരുമാനം പകുതിയായി കുറഞ്ഞിരിക്കുകയാണ്. അസഹ്യമായ ചൂടിൽ പശുക്കൾ കടക്കം രോഗം ബാധിക്കുന്നതും കർഷകർക്ക് ഇരുട്ടടിയാവുകയാണ്. കടുത്ത വേനൽ ചൂടിൽ മുമ്പെങ്ങുമില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ക്ഷീരമേഖല കടന്നുപോകുന്നത്. പാൽ ഉൽപാദനത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ 2 മാസമായി ഉൽപാദനം പകുതിയായി കുറഞ്ഞത് കർഷകരെയും ക്ഷീര സംഘടനകളെയും വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം ഈ 10-12 ലിറ്റർ കിട്ടുന്ന പശുവിന് ഒരു 6 ലിറ്റർ പാലൊക്കെ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. അത്രയും കുറവാണ്. പിന്നെ പശു ഭക്ഷണം കഴിക്കുന്നില്ല, ചൂടുകൊണ്ട് വെറും കിതയ്ക്കുക, 4-5 പ്രാവശ്യം കുളിപ്പിക്കും. അതിൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ. നാടൻ പശുക്കളെ അപേക്ഷിച്ച് സങ്കര ഇനം പശുക്കളിലാണ് പാൽ ലഭ്യത കുറഞ്ഞത്. രാവിലെ 15 ലിറ്റർ പാലും വൈകിട്ട് 10 ലിറ്ററും ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 10ഉം 5ഉം ലിറ്ററായി കുറഞ്ഞു. ഈ വേനൽക്കാലത്ത് ക്ഷീരമേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ക്ഷീര കർഷകർ പശുവിനെ നോക്കി പാലുകൾ നമ്മുടെ സൊസൈറ്റികൾ എത്തിക്കുന്നത്. അത് വളരെ കഷ്ടത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തമിഴ്നാട്, കർണാടക, വയനാട് മേഖലയിൽ നിന്ന് ഈ പശുക്കൾക്ക് അവിടെ നല്ല തണുപ്പാണ്. ഈ പശുക്കളെ ഈ HF പശുക്കളെയാണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അധികം പാല് ലഭിക്കുന്ന ഈ HF പശുക്കൾക്ക് നമ്മളെ ഈ അത്യുഷ്ണം ഭയങ്കര ഡേഞ്ചർ അവസ്ഥയാണ്. അതായത് പാലും കുറയും, പശുക്കൾ മുഴുവൻ കുഴഞ്ഞു വീഴുകയാണ്. ചൂടിൽ പശുക്കൾ തീറ്റയെടുക്കുന്നതും വെള്ളം കുടിക്കുന്നതും കുറഞ്ഞിരിക്കുകയാണ്. തളർച്ച കാരണം പശുക്കൾ നന്നേ ക്ഷീണിതരുമാണ്. പശുക്കൾ ചൂടിൽ തളർന്നു വീഴുന്നത് നിത്യസംഭവമായിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും മരണവും റിപ്പോർട്ട് ചെയ്യുന്നു. ക്ഷീരവകുപ്പ് കൃത്യമായി ഇടപെടുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. പൊതുവായ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതല്ലാതെ മരുന്നുൾപ്പെടെയുള്ള അടിയന്തര സഹായം ലഭ്യമാക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. ക്ഷീരവകുപ്പും സർക്കാർ സംവിധാനങ്ങളും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. ജനം, കോഴിക്കോട്.